ഇടതുപക്ഷം ജയിക്കണം, ഹൃദയപക്ഷമെന്നോർക്കണം. ഇനിയും എന്റെ നാടുയരണം, ഒന്നിച്ചൊന്നാമതാകണം. ഇതെന്റെ നാടെന്നോർക്കണം, ഇരുപരക്കാതെ കാക്കണം. ഇനിയൊരുക്കം തുടങ്ങണം, ഇടതിനോടൊപ്പമാകണം. ഷൊർണൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ശ്രീ പി മമ്മിക്കുട്ടിയാണ് നമുക്കൊപ്പം ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം പരിപാടിയിലുള്ളത്. ഷൊർണൂർ മണ്ഡലത്തിൽ നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിനെ കൂടി നേരിടുന്ന അദ്ദേഹത്തോടൊപ്പം അരമണിക്കൂർ. ഷൊർണൂർ മണ്ഡലത്തിൽ ഈ കഴിഞ്ഞ 5 വർഷം ഒരു വികസന മുന്നേറ്റം തന്നെ നടത്തി. ഇനി വരുന്ന ഒരു 5 വർഷത്തേക്ക് കൂടി നമ്മൾ കണ്ടെത്തുന്ന അല്ലെങ്കിൽ പുതിയ ഒരു ആശയങ്ങൾ എന്തൊക്കെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഷൊർണൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലം വിവിധ മേഖലകളിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അപ്ഡേഷൻ വെച്ചുകൊണ്ട് ക്ലാസ് മുറികളും ലാബുകളും കമ്പ്യൂട്ടർ റൂമുകളും നിർമ്മിക്കുന്നതിന് വേണ്ടി 28 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. IPT കോളേജ്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങൾ, ഹൈസ്കൂളുകൾ, അതുപോലെ തന്നെ ഗവൺമെൻറ് UP സ്കൂൾ, പശ്ചാത്തല സൗകര്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഏറെക്കുറെ അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. രണ്ടാമത് പ്രധാനമായും നമ്മൾ കേന്ദ്രീകരിച്ചത് നമ്മുടെ PWD റോഡുകൾ. ആ PWD റോഡുകളെ പുതിയ തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള 300 കോടിയിലധികം രൂപ ചെലവ് വരുന്ന പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ PWD റോഡുകളല്ലാതെ മുനിസിപ്പൽ പഞ്ചായത്ത് തലത്തിലുള്ള ലിങ്ക് റോഡുകൾ ആധുനികവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ കൊണ്ടുവന്ന് എണ്ണപ്പെട്ട രൂപത്തിലുള്ള റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. രണ്ടാമത് നമ്മൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി 2014 നിർമ്മാണം നടത്തി 2016 പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്ത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെ ഭരണം അവസാനിക്കുന്നതിന് മുമ്പ് നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ച മാന്നന്നൂർ ഉരുക്ക് തടയണ, ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച ഉരുക്ക് തടയണ 2018 പ്രളയത്തിൽ അത് തകർന്നു പോയിരുന്നു. അത് കാരണം പുഴ ഗതിമാറി ഒഴുകിയതിൻ്റെ ഭാഗമായി കൃഷിക്കാരുടെ കുറേ ഭൂമി പുഴയിലേക്ക് ചേരുകയും ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം നിർവഹിക്കാൻ കഴിയാതെ വരികയും ചെയ്ത ആ പദ്ധതിയെ പുനഃക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പിന്നീട് നടത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 12,60,00,000 രൂപ ഭരണാനുമതി ലഭിച്ച് നിർമ്മാണം ആരംഭിച്ച മാന്നന്നൂർ ഉരുക്കു തടയണ പിന്നീട് ഈ പുഴ ഗതിമാറി ഒഴുകിയ പുഴ യഥാർത്ഥ പുഴയിലേക്ക് തിരിച്ചുവിട്ടപ്പോൾ ഉണ്ടായ മർദ്ദത്തിൻ്റെ ഭാഗമായി അതിൻ്റെ സ്ട്രക്ചറിന് തന്നെ ചില തകരാറുകൾ സംഭവിച്ചപ്പോൾ മദ്രാസ് IITയും അതുപോലെ തന്നെ കോഴിക്കോട് NITയും എല്ലാം ബന്ധപ്പെട്ട് കൊണ്ടുവന്ന് സർവേ നടത്തി അത് കുറേയും കൂടിയും ബലപ്പെടുന്നതിനും പാർശ്വവൃത്തികൾ ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി 27 കോടി രൂപയുടെ പുതിയ ഭരണാനുമതിക്ക് വേണ്ടി വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ മുന്നിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുക. ആ പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഈ തടയണ നിർമ്മിച്ചാൽ, നിർമ്മാണം പൂർത്തിയാക്കിയാൽ കുടിവെള്ളത്തിനാവശ്യമായ വെള്ളം സംഭരിക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് പ്രവർത്തിക്കുന്ന ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിക്ക് സുഗമമായി വെള്ളം ലഭിക്കാനുമുള്ള സ്ഥിതി ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയൊക്കെ നല്ല കുളങ്ങളുണ്ട്, ജലാശയങ്ങൾ. ആ കുളങ്ങൾ നവീകരിക്കുന്നതുമായുള്ള പദ്ധതികൾ ഏറെക്കുറെ ഏറ്റെടുത്തിട്ടുണ്ട്.
അതിൽ നിർമ്മാണം പൂർത്തിയായ ഒരു കുളമാണ് അനങ്ങനടിയിലുള്ള പ്ലാക്കാട്ട് കുളം. നേരത്തെ കോതക്കുരിശി അങ്ങാടിയിലും പരിസര പ്രദേശമുള്ള ആളുകൾ പാഴ്വസ്തുക്കളായിട്ട് കൈകാര്യം ചെയ്തിരുന്ന സാധനങ്ങളൊക്കെ ഈ കുളത്തിൽ കൊടുന്ന് നിക്ഷേപിച്ച് അതൊരു രോഗം പരത്തുന്ന കേന്ദ്രമായി മാറിയിരുന്നു. അത് 1 കോടി രൂപ ചെലവാക്കി വളരെ മനോഹരമായ വിധത്തിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കുകയും മണ്ഡലത്തിൽ മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകൾ ഉൾപ്പെടെ വേനൽക്കാലത്ത് കുളിക്കാൻ ഈ കുളത്തെ ഉപയോഗിക്കുന്നു. അത് ജലസംഭരണിയായി മാറിയിട്ടുണ്ട്. താഴെയുള്ള കൃഷിക്കും ഇതിൽ നിന്നുള്ള ജലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നാണ് കൈരിയാടുള്ള 3-4 ഏക്കറോളം വരുന്ന ഒരു വലിയ കുളമാണ് കൗണിക്കുളം. അതും ഇതുമാതിരി ഡെവലപ്പ് ചെയ്ത് ജലാശയത്തിൻ്റെ ജലം ഉപയോഗിക്കാനും താഴെ കൃഷിക്കാർക്ക് വെള്ളം ഉപയോഗിക്കാനൊക്കെ ആവശ്യമായ വിധത്തിൽ 2 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണം ഏറെക്കുറെ 60% ആയി കഴിഞ്ഞിരിക്കുന്നു. അധികം താമസിയാതെ അത് പൂർത്തിയാക്കാൻ കഴിയും. അതുപോലെ തന്നെ വിവിധ പഞ്ചായത്തുകളിലുള്ള കുളങ്ങളും പദ്ധതിയുടെ ഭാഗമായി കൊണ്ടുവരികയും ബഡ്ജറ്റിൽ പണം നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കാര്യം, കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ശേഖരിക്കാനും അത് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനും ആവശ്യത്തിൽ കവിഞ്ഞെന്നുള്ളത് സൂക്ഷിക്കാനുള്ള ഫ്രീസർ സംവിധാനം ഏർപ്പെടുത്താനും അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനുമൊക്കെയുള്ള ഒരു ബൃഹത്തായ പദ്ധതിയെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചന നടത്തി അതിൻ്റെ DPR തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് നമ്മൾ കണ്ടെത്തുന്ന കേന്ദ്രം അനങ്ങനടിയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള സീഡ് ഫാം. ആ സീഡ് ഫാം കേന്ദ്രമാക്കിക്കൊണ്ട് ഇതിനാവശ്യമായി വരുന്ന പദ്ധതികൾ ആരംഭിക്കാനും അതിൻ്റെ കേന്ദ്രമാക്കി മാറ്റാനും ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാധ്യത ധാരാളമുണ്ട്. ഒരു ഭാഗത്ത് ഭാരതപ്പുഴയും മറുഭാഗത്ത് തൂതപ്പുഴയാൽ ചുറ്റപ്പെട്ട ഒരു മണ്ഡലമാണ് ഈ ഷൊർണൂർ മണ്ഡലം. അതുകൊണ്ട് ഈ 2 പുഴകളെയും പുഴയുടെ തീരത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഷൊർണൂർ ബേസ് ചെയ്തുകൊണ്ടുള്ള നമ്മുടെ ഫോറസ്റ്റ് ഭൂമിയാണ്. ഷൊർണൂർ കേന്ദ്രമായിട്ട് ഭാഗമായി ഷൊർണൂർ തൃശ്ശൂർ റോഡിലും അതുപോലെ തന്നെ ഷൊർണൂർ പട്ടാമ്പി റോഡിൻ്റെയും ഒരു ഭാഗം പൂർണ്ണമായും ഫോറസ്റ്റ് ഭൂമിയാണ്. മാത്രമല്ല അവിടെ ഫോറസ്റ്റിൻ്റെ തന്നെ മറ്റ് ഒരു ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പദ്ധതി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അനങ്ങന്മലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എക്കോ ടൂറിസത്തെയും എല്ലാം തന്നെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ടൂറിസത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാനുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോജക്റ്റ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചും ആലോചനാ വിഷയമാണ്. മറ്റൊന്ന്, ആരോഗ്യരംഗത്ത് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളാക്കി, അതുപോലെ തന്നെ മുനിസിപ്പൽ ഏരിയയിൽ അർബൻ ഹെൽത്ത് സെൻ്ററുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ നിലയിൽ ആരോഗ്യ കേന്ദ്രങ്ങളെ കാലത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പര്യാപ്തമായ വിധത്തിൽ വികസിപ്പിച്ചെടുക്കാനുള്ള പദ്ധതികൾ ഇതിനകം തന്നെ കുറേ നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ചെറുപ്പശ്ശേരി കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ആശുപത്രിയെ ഡെവലപ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷൊർണൂർ മുനിസിപ്പൽ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ആശുപത്രിയെയും പുതിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും കൊണ്ടുകൊണ്ട് വിവരപ്പെടുത്താനുള്ള പദ്ധതിയാണ് മറ്റൊന്ന് ആലോചനാ വിഷയമായിട്ടുള്ളത്. മറ്റ് ഒരു കാര്യം, നമ്മുടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കലാകേന്ദ്രമാണ് വെള്ളിനേഴിയും കാറൽമണ്ണയൊക്കെ കലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും കഥകളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ വലിയ പ്രശസ്തി ആർജിക്കാൻ കഴിഞ്ഞ മേഖലകളാണല്ലോ. അവിടെ തന്നെ മൺമറഞ്ഞു പോയ ഒരുപാട് കലാകാരന്മാരും കഥകളി കലാകാരന്മാരുമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ നാമധേയത്തിൽ പ്രവർത്തിക്കുന്ന സ്മാരകങ്ങളെ ഡെവലപ്പ് ചെയ്യിക്കാനും അതുപോലെ തന്നെ വെള്ളിനേഴി പ്രവർത്തിക്കുന്ന കലാഗ്രാമത്തെ കാലത്തിനനുസരിച്ച് കൊണ്ട് മാറ്റപ്പെടുത്താൻ ആവശ്യമായുള്ള നടപടികളും സ്വീകരിച്ചു. കലാകേന്ദ്രം ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി 1 കോടി രൂപ അവിടെ ചെലവഴിച്ചുകൊണ്ട് അത് ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. ആ നിലയിൽ അത്തരം ശാസ്ത്രീയ കലകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റു കലകളാണെങ്കിലും നാടൻ കലകളെയും എല്ലാം തന്നെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ ഒരു പദ്ധതി വിഭാവനം ചെയ്യുന്നു.
അതുപോലെ തന്നെ നമ്മുടെ മണ്ഡലത്തിലെ ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കലയാണ് ഈ തോൽപ്പാവക്കുത്ത്. തോൽപ്പാവക്കുത്ത് കലാകേന്ദ്രമാണ് പൂനത്തറയും അന്യങ്ങളൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു സാംസ്കാരിക സമുച്ചയവും കേന്ദ്രവും അതിന് കൊണ്ടുവരാനുള്ള പദ്ധതിയും ഇതിൻ്റെ ഭാഗമായി ആലോചിച്ചിട്ടുണ്ട് എന്നാണ് മറ്റൊരു കാര്യത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നീട് സ്പോർട്സാണ്. സ്പോർട്സ് അതുപോലെ തന്നെ കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മണ്ഡലത്തിൽ തന്നെ വാണിയംകുളത്തും അനങ്ങനടി മിനി ഇതാണ് ടർഫാണെങ്കിൽ വാണിയംകുളത്ത് മെഗാ ടർഫ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ മുതൽ വ്യായാമത്തിന് വേണ്ടി വരുന്ന ആളുകൾക്ക് ഓടാനും ചാടാനും നടക്കാനും ഒക്കെയുള്ള സൗകര്യവും അതുപോലെ തന്നെ കളിക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ മറ്റ് ടൂർണമെൻ്റ് ഉൾപ്പെടെ സംഘടിപ്പിക്കാനും പര്യാപ്തമായ വിധത്തിലാണ് 4,32,00,000 രൂപയുടെ വാണിയംകുളത്തെ ടർഫ് സ്റ്റേഡിയം പൂർത്തീകരിക്കുക. അതുപോലെ തന്നെ പഞ്ചായത്തിലൊരു കളിക്കളം എന്ന നിലക്ക് ഈ 2 പഞ്ചായത്ത് കഴിഞ്ഞാൽ ഷൊർണൂർ JTSൻ്റെ ഗ്രൗണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനും ചളവറ ഹൈസ്കൂൾ ഗ്രൗണ്ട് അതുപോലെ തന്നെ വെള്ളിനേഴി ഹൈസ്കൂൾ ഗ്രൗണ്ട് ഈ ഹൈസ്കൂൾ ഗ്രൗണ്ടുകളെ ഈ പഞ്ചായത്തിലെ കളിക്കളം എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആവശ്യമായുള്ള ഭരണാനുമതി വാങ്ങി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ചെർപ്പളശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. അത് ഏറ്റവും വലിയ ഒരു സ്റ്റേഡിയമാക്കി മാറ്റുന്നതിന് വേണ്ടി ബഡ്ജറ്റിൽ തന്നെ ഏറെക്കുറെ 3 കോടി രൂപ നീക്കിവെച്ച് അതിൻ്റെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് നെല്ലായൽ മഞ്ചക്കല്ലുള്ള പഞ്ചായത്തിൻ്റെ 50 സെൻറ്റ് സ്ഥലത്ത് ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയും തൃക്കടിയിലും അതേ രീതിയിൽ ഗ്രൗണ്ട് നിർമ്മിക്കാനുള്ള പദ്ധതിയും ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് കൊണ്ടുവരാൻ ഓപ്പൺ ജിം ഉൾപ്പെടെയുള്ള കൊണ്ടുവന്നുകൊണ്ട് ആരോഗ്യവും അതുപോലെ തന്നെ കായിക ശേഷിയും എല്ലാം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഓപ്പൺ ജിമ്മുകൾ എല്ലാ പ്രദേശത്തും കൊണ്ടുവരാനുള്ള ചർച്ചയും ആലോചനയും നടന്നു വരികയാണ്. പിന്നീട് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി വ്യവസായ കേന്ദ്രമാണ് ഷൊർണൂർ, നമുക്കറിയാനും മെറ്റൽ വ്യവസായത്തിൻ്റെ കേന്ദ്രമായി അറിയപ്പെടുന്നതാണ്. അതിൻ്റെ ഭാഗമായി മെറ്റൽ ഇൻഡസ്ട്രീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കാർഷിക മേഖലയിലെ ഉപകരണങ്ങൾ നിർമ്മിക്കലാണ് പ്രധാനമായും അവിടെ നിർവഹിച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ യന്ത്രവൽക്കരണം വന്നതിൻ്റെ ഭാഗമായും എങ്കിലും ആ ഉപകരണങ്ങൾക്ക് നല്ല മാർക്കറ്റ് ഇപ്പോഴും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന തൊഴിലാളികൾ അവരുടെ സർവീസിനനുസരിച്ച് കൊണ്ട് റിട്ടയർ ചെയ്ത് പോവുകയാണ്. പുതിയ ആളുകളെ കൂടി റിക്രൂട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി വിപുലപ്പെടുത്താനും ഈ കാർഷിക മേഖലയിലെ ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം തന്നെ പുതിയ മേഖലകളിലേക്ക് അതിൻ്റെ സാധ്യത വികസിപ്പിക്കാനുമുള്ള പദ്ധതി ഇപ്പോൾ അവിടെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട്. പുതിയ രൂപത്തിലുള്ള ഈ പിന്നെ കടലോര പ്രദേശങ്ങളും തീരപ്രദേശങ്ങൾക്കൊക്കെയുള്ള ചില പെട്ടിക്കട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കോഴിക്കോട് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിന്നാണ് കുറേ ഓർഡറുകൾ വന്ന് അതിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെയാണെങ്കിൽ മറ്റൊന്ന് ഒരു പെട്രോൾ പമ്പിൻ്റെ പ്രവർത്തനം നടക്കുന്നു. സാധ്യമായ വിധത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതികളുടെ DPR തയ്യാറാക്കി വരികയാണ്. അതുപോലെ തന്നെ ചെറുകിട വ്യവസായങ്ങൾ, കുടിൽ വ്യവസായത്തെ പോലെയുള്ള വ്യവസായങ്ങളെ ഈ കാലഘട്ടത്തിനനുസരിച്ച് കൊണ്ട് നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഒക്കെ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇൻഡസ്ട്രിയൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന അതിൻ്റെ സംഘടനകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ അധീനതയിലുള്ള ഇൻഡസ്ട്രിയൽ മേഖല ഉണ്ട്. അവിടെ കുറേയധികം ഭൂമിയുണ്ട്. അവിടെ ഒരു ഗാല പദ്ധതി, മൾട്ടി പർപ്പസ് സ്റ്റോറേജ് എന്ന് പറയുന്ന ഒരു പദ്ധതി അവിടെ ഭരണാനുമതി കിട്ടി 34 കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വ്യവസായ രംഗത്ത് മറ്റൊന്ന് പുതിയ ആധുനിക രീതിയിലുള്ള വ്യവസായങ്ങളും മറ്റും സംരംഭങ്ങളും ആരംഭിക്കുന്നതിന് വേണ്ടി സർക്കാരിന് തന്നെ അധീനതയിലുള്ള ഭൂമി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ സംരംഭങ്ങൾ
അതുപോലെ തന്നെ പുതിയ സ്ഥാപനങ്ങൾ ആരംഭിച്ച് നമ്മുടെ നാട്ടിലുണ്ടാകുന്ന വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിൽ കിട്ടാനുള്ള സംവിധാനവും ഇതിൻ്റെ ഭാഗമായി ചർച്ചയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അങ്ങനെ വ്യവസായം, അതുപോലെ തന്നെ കൃഷി, അതുപോലെ തന്നെ ഗതാഗതം, അതുപോലെ തന്നെ ജലസേചനം, ഈ വക കാര്യങ്ങൾക്ക് നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്ന നിലക്ക് ആവശ്യമായി വരുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ധാരണകൾ ഉണ്ടായിട്ടുണ്ട്. ആ ധാരണകൾ പ്രയോഗത്തിൽ വരുത്താൻ ആവശ്യമായ നടപടികൾ ആരംഭിക്കും. മറ്റൊന്ന്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ തലത്തിൽ ഒരു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നമ്മുടെ മണ്ഡലത്തിലില്ല. മറ്റ് കോളേജുകൾ മറ്റ് തല മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും അപ്പോൾ സർക്കാർ തലത്തിൽ ഒരു കോളേജ് ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായും ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് നയപരമായ തീരുമാനം എടുക്കുമ്പോൾ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനെ സംബന്ധിച്ചുള്ള പ്രാഥമികമായുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാം. കോളേജ് ആരംഭിക്കണമെങ്കിൽ പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം ആരംഭിക്കുന്നതിന് 5 ഏക്കർ സ്ഥലം നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറും. 5 ഏക്കർ സ്ഥലം ഒരുമിച്ച് കിട്ടാനുള്ളൊരു പ്രയാസത്തിൻ്റെ ഭാഗമായി അതിന് സ്ഥലം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. 5 ഏക്കർ ഒരുമിച്ച് കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് സ്ഥലവും നമുക്ക് ആളുകളിൽ നിന്ന് സംഭാവനയായിട്ടോ അല്ലെങ്കിൽ പണം കൊടുത്ത് വാങ്ങാനോ ഒക്കെ ആവശ്യമായുള്ള കാര്യങ്ങൾ ആലോചനാ വിഷയമാണ് എന്നർത്ഥം. പക്ഷേ സ്ഥലം നമുക്ക് ലഭ്യമാവുകയാണെങ്കിലും കോളേജ് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ മേഖലയിലാണ്. ഷൊർണൂർ ഇപ്പോൾ SN കോളേജും അതുപോലെ തന്നെ പുറത്ത് IPT എല്ലാം ഉണ്ടെങ്കിലും മറ്റ് മേഖലയിലേക്ക് ഷൊർണൂർ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കോതകുരിശി ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്ത് തൃക്കടിയെ ബേസ് ചെയ്തിട്ടോ സ്ഥലം കിട്ടുകയാണെങ്കിൽ അവിടെയാണ് അതിന് കുറേക്കൂടി അനുയോജ്യമായത് എന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഷൊർണൂർ കേന്ദ്രമായി SN കോളേജും മറ്റു സംവിധാനങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് അല്ല, സ്ഥലം എവിടെയാണ് നമുക്ക് ലഭ്യമാകുമെങ്കിൽ അവിടെ ഗവൺമെൻറ് നയപരമായി തീരുമാനിച്ചാൽ കോളേജ് ആരംഭിക്കാൻ കഴിയും. സ്ഥലം ലഭ്യമായി കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കാനും മറ്റുമൊക്കെ തന്നെ സർക്കാരിന് ഉപയോഗിച്ച് പ്ലാൻ ഫണ്ടിലോ അല്ലെങ്കിൽ ബഡ്ജറ്റിലോ അതല്ലെങ്കിൽ MLAC വികസന ഫണ്ടോ ഒക്കെ ഉപയോഗപ്പെടുത്തി അതിൻ്റെ കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിർമ്മിക്കാൻ കഴിയും. എന്തായാലും നയപരമായി ആ ഒരു തീരുമാനം ഗവൺമെൻറ്റാണ് എടുക്കേണ്ടത്. ചർച്ച നടത്തിയപ്പോൾ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇല്ലാത്ത അസംബ്ലി മണ്ഡലങ്ങളുടെ ഒരു കണക്കെടുത്ത് അവിടെ കോളേജ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ച ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നയപരമായ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പ്രാവർത്തികമാക്കാനുള്ള മുൻകൈ MLA എന്നുള്ള നിലക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് നിർവഹിക്കാനാകും. മറ്റൊന്ന്, ഒരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാണ് MRS. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന് ആവശ്യമായി വരുന്ന പ്രമുഖമായ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ആരംഭിക്കണം എന്നാണ് ആലോചിച്ചിട്ടുള്ളത്. അങ്ങനെ വിവിധങ്ങളായുള്ള പരിപാടി വാണിയംകുളത്തെ നിലവിലുള്ള ITI ഉണ്ട്. അവിടെ ധാരാളം സാധ്യതകളുണ്ട്, പശ്ചാത്തല സൗകര്യങ്ങളുണ്ട്. അതിനനുസരിച്ച് കൊണ്ടുള്ള കോഴ്സുകൾ, ട്രേഡുകൾ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള കത്ത് കൊടുക്കുകയും അതിൻ്റെ ആവശ്യമായിട്ടുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്നിപ്പോൾ ഫയർഫോഴ്സിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷൊർണൂർ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കേന്ദ്രമുണ്ട്. പക്ഷേ ഈ ചെറുപ്പശ്ശേരി മേഖലയിലും ഇപ്പോഴത്തെ ജനത്തിരക്ക് കൂടിയിരിക്കണു, കച്ചവടക്കാരുടെ എണ്ണം കൂടി, പെട്രോൾ പമ്പിൻ്റെ എണ്ണം കൂടി, സ്കൂളുകൾ കോളേജുകളുടെ എണ്ണം കൂടി, അങ്ങനെ തിരക്കേറിയ ഒരു പട്ടണമായി ചെറുപ്പശ്ശേരി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ഷെൽട്ടർ ഈ ചെറുപ്പശ്ശേരി ബേസ് ചെയ്തിട്ട് ആരംഭിക്കണമെന്ന് ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിൽ സബ്മിഷൻ കൊടുക്കുകയും അതിൻ്റെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. അവിടെ അംഗീകാരം കിട്ടിയാൽ കച്ചേരിക്കുന്ന് PWD തന്നെ ഭൂമി നിലവിൽ അവിടെ ഉണ്ട്. അവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ഫയർ ആൻഡ് സേഫ്റ്റി ഷെൽട്ടർ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. വിവിധങ്ങളായുള്ള മേഖലകളുണ്ട്. അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ ഞങ്ങൾ ചർച്ച നടത്തി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രകടന പത്രികയുടെ അത് തയ്യാറാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇതാണ് പൊതുവായി കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ. ഇപ്പോൾ ഇത്രയും വികസന പദ്ധതികൾ നടപ്പാക്കിയതോടൊപ്പം തന്നെ ടൗൺ നവീകരണങ്ങളെല്ലാം നഗര നവീകരണ പദ്ധതികളും ഇതോടൊപ്പം നടപ്പാക്കിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ മണ്ഡലത്തിലുള്ള വിവിധ പദ്ധതികളിൽ ശ്രദ്ധേയമായ കുറേ പദ്ധതികളാണ് ചെർപ്പളശ്ശേരി, അതുപോലെ തന്നെ നെല്ലായ. അടുത്ത നഗര നവീകരണം ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? അടുത്ത നഗര നവീകരണത്തിൽ ഇപ്പോൾ ഭരണാനുമതി കിട്ടി പദ്ധതി വെച്ച് ഒന്ന് ചളവറ നടന്നുകൊണ്ടിരിക്കുന്നു. ചളവറ. മറ്റൊന്ന് കൈലിയാട് സെൻറ്ററിൽ കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനു വേണ്ടി 1 കോടി രൂപ നീക്കി വെച്ചിട്ടുണ്ട്. വാണിയംകുളത്ത് നമ്മൾ ഏറെക്കുറെ നഗര നവീകരണത്തിൻ്റെ ഭാഗമായുള്ള സൗകര്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്നാലും പത്തംകുളം റോഡിൻ്റെ ആ ഭാഗത്ത് കുറച്ചും കൂടി കിഴക്കോട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇപ്പോൾ കോതക്കുരിശിയാണ്. കോതക്കുരിശി സെൻറ്ററിൽ ഇപ്പോൾ ആ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാവുന്നതോടുകൂടി അതിൻ്റെ ഭാഗമായി ടൗൺ നവീകരിക്കാനാവും. നിലയിലാണ് റോഡ് വൈഡനിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ മറ്റ് നിർമ്മാണ പ്രവർത്തനവും നടക്കുന്നത്. അപ്പോൾ കോതക്കുരിശി നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് വരും, കൈലിയാട് വരും, ചളവറ വരും. വാണിയംകുളത്തിൻ്റെ തുടർച്ച എന്ന നിലക്കുള്ള ബാക്കി ഭാഗം കൂടി അതിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടി കഴിയും. നമ്മുടെ വേങ്ങാട്രി സെൻറ്റർ ഏറെക്കുറെ നമ്മളതിൻ്റെ കാഴ്ചപ്പാടിനനുസരിച്ച് ആക്കിയിട്ടുണ്ട്. ടൗൺ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാട് ഈ പറയുന്ന വിധത്തിലാണ് എന്നാണ് പറയുന്നത്. ഈ ഇപ്പം ഷൊർണൂർ പോലുള്ള ഒരു നഗരം വരുന്നുണ്ട്, അതുപോലെ ചെർപ്പളശ്ശേരി പോലുള്ള നഗരം വരുന്നുണ്ട്. രണ്ട് പുഴയ്ക്ക് നടുവിലുള്ള, ഒന്ന് കുന്തിപ്പുഴയുടെ ആണെങ്കിൽ ഒന്ന് ഭാരതപ്പുഴയുടെ നടുവിലാണ്. ഭാരതപ്പുഴയുടെ നടുവിലേക്കുള്ള പാലം തൃശ്ശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നതിനൊരു പാലം വളരെ സുഗമമായിട്ടുണ്ട്. ഇപ്പോൾ കുന്തിപ്പുഴയ്ക്ക് കുറുകെയുള്ളൊരു പാലവും നമ്മുടെ പദ്ധതിയിൽ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ പാലക്കാട്ടേക്കുള്ള മുണ്ടൂർ റോഡും ഇതുപോലെയുള്ള ഒരു വൻകിട പദ്ധതികൾ ഇനി ആസൂത്രണം ചെയ്യുന്നുണ്ടോ? വൻകിട പദ്ധതികളെ സംബന്ധിച്ച് മറ്റേ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മുണ്ടൂർ തൂത പദ്ധതി നടപ്പാക്കി. റോഡ് മാത്രം നവീകരിക്കപ്പെട്ടാൽ പോരാ എന്നുള്ളതുകൊണ്ടാണ് പാലം നിർമ്മാണം വന്നത്. പാലം അതിൻ്റെ തൂതാപാലം കുറച്ച് വലിയ പാലമാണെങ്കിലും കാക്കാത്തോട് പാലത്തിനും ഒരു സാമാന്യം തെളിവ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റോഡിൻ്റെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ രീതിയിൽ ഉള്ള വൻകിട പദ്ധതികളെ സംബന്ധിച്ച് ഒരു ആലോചനാ വിഷയമായിട്ട് മനസ്സിൽ കണ്ടിട്ടുള്ളത്, ഒന്ന് ഈ വാണിയംകുളത്ത് മേൽഭാഗം ലക്കിടിയിൽ നിന്ന് വന്ന് പുഴയടുത്ത് കൂടെ വന്ന് ആ പുഴയടുത്ത് കൂടെ വാണിയംകുളം ഈ മാനന്നൂർ ഈ ഭാഗത്ത് കൂടെ വന്ന് ഷൊർണൂർ വന്ന് കയറുന്ന ഒരു പ്രപ്പോസൽ, അതിൻ്റെ ഒരു കരട് തയ്യാറായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വേണമെന്ന് ഒരു ഭാഗത്ത് റെയിൽവേയുടെ ഒരു പ്രശ്നമുണ്ട്, റെയിലിൻ്റെ. പക്ഷെ എന്നാലും റെയിലിനോട് അവർ ചേർന്നുകൊണ്ട് ലക്കിടിയിൽ നിന്ന് മുതൽ അങ്ങനെ വന്ന് നമ്മുടെ കൊച്ചി പാലത്തിൻ്റെ അവിടെ വന്ന് ചേരുന്ന രൂപത്തിൽ അത് കുറേ പ്രയോജനപ്പെടുന്നു. വലിയ ഡെവലപ്മെൻറ്റും ഈ ഭാഗമായിട്ട് ഉണ്ടാവും. മറ്റൊന്ന് നേരത്തെ ഈ പട്ടാമ്പിയിൽ നിന്ന് ആരംഭിച്ച് നമ്പറം വഴി വന്ന് കാരക്കാട്ട് കൂടെ വന്ന് വരുന്ന റോഡ് ഷൊർണൂർ, അതിങ്ങനെ കോഴിപ്പാറ വന്നിട്ട് കയറുന്നതാണ്. അത് കിപ്പിയിൽ അതിൻ്റെ പ്രപ്പോസലുണ്ട്, അതിൻ്റെ സർവേ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഒരു തീരദേശ റോഡ് സമാന്തരമായി ലക്കിടി വരെ വരാനുള്ള പദ്ധതിയുണ്ട്. അത് ഈ കിപ്പി പദ്ധതി ഏതെങ്കിലും ഉപയോഗപ്പെടുത്തി അത് നിർമ്മാണം നടത്തണമെന്ന് ഒരു ആലോചനയും അതിൻ്റെ ഭാഗമായുള്ള അതിൻ്റെ പ്രാഥമികമായുള്ള ചില സർവേയും അതുപോലെ തന്നെ ഒരു കരടുമൊക്കെ തയ്യാറായിട്ടുണ്ട്. അത് വന്നാൽ നമ്മുടെ മണ്ഡലത്തിൽ മാത്രമല്ല, ഒറ്റപ്പാലം മണ്ഡലത്തിനും പട്ടാമ്പി ബന്ധിപ്പിക്കുന്ന രീതിയിലുണ്ട്. പട്ടാമ്പിയിൽ നിന്ന് നമ്പറം മുതൽ ഇങ്ങനെ കോഴിപ്പാറ വന്ന് നമ്മുടെ കൊച്ചി പാലം വരെയുള്ളതിൻ്റെ സർവേ കഴിഞ്ഞിട്ടുണ്ട് കിപ്പിയുടെ. അത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി വന്ന് ലക്കിടി വരെ അതെ ഒരു റോഡ് ഗതാഗത സൗകര്യം വന്നാൽ വലിയ ഡെവലപ്മെന്റ് വരാനുള്ള സാധ്യത. ഈ ഭാരതപ്പുഴയുടെ തീരത്ത് ഇപ്പം ഒരു ടൂറിസം പദ്ധതി നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. അത് എന്തെങ്കിലും കൂടുതൽ ആയിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ? അപ്പം മറ്റേ കയാക്കിംഗ് ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് അതിനകത്ത് പ്ലാൻ ചെയ്തതെന്ന് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനെ സംബന്ധിച്ച് ഞങ്ങളൊരു ഡിസ്കഷൻ നടത്തേണ്ടായി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിനൊരു സമഗ്രത വേണമല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു ടൂറിസം ഹബ്ബാക്കി
മാറ്റണമെന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെ ചില വിദഗ്ധന്മാരുമായിട്ടുള്ള ഡിസ്കഷൻ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ആ ഡിസ്കഷൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പദ്ധതികളുടെ ഒരു മൂർത്ത രൂപപ്പെടുത്താനാണ് ആലോചിക്കുന്നതെന്ന് അർത്ഥം. അതിന് നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ കുളപ്പുള്ളി മുതൽ നമ്മുടെ IPT ആ ഭാഗം വരെയുള്ള ഫോറസ്റ്റ് ഭൂമിയാണ് മുന്നിൻ്റെ മുകളിൽ. ഈ ഇപ്പുറത്തേക്കാണെങ്കിൽ ഈ റോഡിൻ്റെ ഭാഗത്തും ഫോറസ്റ്റ് ഭൂമി. മാത്രമല്ല അവിടെ കുറേ ഈ പ്രസ് ക്വാർട്ടേഴ്സും ഉണ്ട് സർക്കാർ പ്രൊജക്ടുകൾ ഒരുപാട്. അതെ. അപ്പം എന്താ വെച്ചാൽ ഇത് നമുക്കിത് കണ്ടെത്താനൊക്കെ കഴിയും. ശ്രമങ്ങൾ നടത്തി പ്രോജക്റ്റ് ഉണ്ടാക്കി അത് സമർപ്പിച്ച് അതിന് ഫണ്ട് കിട്ടുന്ന ഏജൻസിയുമായൊക്കെ ധാരണ ഉണ്ടാക്കി അത് ചിലപ്പോൾ 2 രൂപത്തിലും സ്വകാര്യ അതുപോലെ തന്നെ പൊതുവുടമ സമ്പ്രദായത്തിൽ തന്നെ കൊണ്ടുവരാനുള്ള ആലോചന ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകൾ 1-2 തവണ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ സമഗ്രതയോട് കൂടിയുള്ളൊരു കാര്യം ഒരു DP ഒരു പ്ലാൻ വേണം നമുക്ക്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ബന്ധപ്പെട്ട ഏജൻസിയുമായി ചർച്ച നടത്തണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലാണ് നമ്മുടെ ഈ മേഖലയിലെ വോൾട്ടേജ് ക്ഷാമം വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് 110 kV സബ്സ്റ്റേഷൻ. അത് പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണല്ലോ. ഈ മേഖലയിലൊക്കെ തന്നെ വോൾട്ടേജിൻ്റെ പ്രശ്നമുണ്ട്. വോൾട്ടേജിൻ്റെ പ്രശ്നം വരാനെന്താ കാരണം എന്ന് പറഞ്ഞാൽ കണക്ഷൻ ഇങ്ങനെ ധാരാളം കൊടുക്കുകയാണ്. കറണ്ട് ഇപ്പോൾ മറ്റ് നമ്മുടെ കൂടംകുളം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കറണ്ടിൻ്റെ ലഭ്യത ഉണ്ട്. പക്ഷെ അത് പ്രാദേശികമായി കൊടുക്കണമെങ്കിൽ കുറേ ട്രാൻസ്ഫോമറുകൾ വെക്കണം, സബ്സ്റ്റേഷൻ വേണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 110 kV സബ്സ്റ്റേഷൻ. കുറേ കാലത്തെ ഒരു പ്രപ്പോസലായിരുന്നു. ആ പ്രപ്പോസൽ ഇപ്പോൾ നമുക്ക് പ്രവർത്തന പദ്ധതിയായി കൊണ്ടുവരാൻ കഴിഞ്ഞു. 60% അതിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സമഗ്ര മേഖലകളിലും ഇപ്പം മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലെയും ടച്ച് ചെയ്തുകൊണ്ടുള്ളൊരു പദ്ധതി തന്നെയാണ് ഇതുവരെ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടപ്പാക്കിയത്. ഇനി നമുക്ക് പ്രകടമായി കാണാവുന്ന ഈ റോഡുകളുടെ വിഷയങ്ങൾ കുറച്ചും കൂടി ഇതുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇത് സോർട്ട് ചെയ്യാനുള്ളൊരു അതെ, റോഡുകളുടെ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. PWD റോഡുകൾ, ആ PWD റോഡുകളാണ് പിന്നീട് ഈ KSTPയിലും കിപ്പിയിലുമൊക്കെ ഉൾപ്പെടുത്തി. അത് ഉൾപ്പെടുത്തുമ്പോൾ അതിനുള്ള വീതി ഇത്ര വേണം, അതുപോലത്തെ കണ്ടീഷൻ ഉണ്ടല്ലോ. ആ കണ്ടീഷൻ പാലിക്കപ്പെടാൻ കഴിയാത്ത ചില PWD റോഡുകളുണ്ട്. അതാണ് ഈ കൃഷ്ണപ്പടി കൈലിയാട്, അതുപോലെ തന്നെ മറ്റേ എലിയപ്പറ്റ ചളവറ. അപ്പോൾ ആ പദ്ധതിയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. അത് പിന്നീട് PWDയിൽ തന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കൃഷ്ണപ്പടി കൈലിയാടിന് 5 കോടി രൂപ വെച്ച് അതിൻ്റെ ടെൻഡർ കഴിഞ്ഞിരിക്കണം. എലിയപ്പറ്റ കൈലിയാട് മറ്റേ ചളവറ റോഡിനെന്താ വെച്ചാൽ പ്രധാനപ്പെട്ട പൈപ്പ് ലൈൻ, ചെറുപ്പശ്ശേരിയിൽ നിന്ന് വരുന്ന പൈപ്പ് ലൈൻ ചളവറ പഞ്ചായത്തിലേക്കും അനങ്ങനടി പഞ്ചായത്തിലേക്കുള്ള മെയിൻ പൈപ്പ് ഈ റോഡിൽ കൂടെ വരുന്നു. അത് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാലതാമസം വന്നു. അപ്പോൾ പൈപ്പ് ലൈനിങ് കഴിഞ്ഞു, GSP അമർത്തി. ആ റോഡും ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ PWDക്കാർക്ക് വാട്ടർ അതോറിറ്റിക്കാർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, ഞങ്ങളുടെ ജോലി കഴിഞ്ഞു എന്ന്. അത് കൊടുക്കാത്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ടാറിങ് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇപ്പം ഏറെക്കുറെ അതിൻ്റെ പ്രവൃത്തി എലിയപ്പറ്റെന്നുള്ള റോഡിൽ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ ചളവറ കയറ്റത്തിൽ ടാങ്കുമായിട്ട് അത് ബന്ധിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ടൗൺ നവീകരണത്തിൻ്റെ ഒരു പ്രശ്നം. ഈ 2 റോഡാണ് ഈ സാധാരണഗതിയിൽ മറ്റൊരു സ്കീമിൽ ഉൾപ്പെടുത്താൻ കഴിയാത്തതിൻ്റെ ഭാഗമായി. പിന്നീട് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ PWD റോഡല്ല, എന്നാൽ അതിനോട് തുല്യമായ രൂപത്തിലുള്ള റോഡുകൾ ചിലതുണ്ട്. ഇപ്പോൾ ചളവറയിൽ നിന്ന് ഹൈസ്കൂളിൻ്റെ നിന്ന് ആരംഭിച്ച് മുണ്ടക്കോട്ട് കുരിശി വന്ന് ചേരുന്ന ഒരു റോഡ് അതിൽ പ്രധാനമാണ്. അതുപോലെ തന്നെ ചളവറയിൽ നിന്ന് തരുവക്കോണത്ത് പോകുന്ന ഒരു റോഡുണ്ട്. അതുപോലെ തന്നെയാണ് പ്രധാനപ്പെട്ട വേറെ 2-3 റോഡുകൾ കൂടി നമ്മുടെ മണ്ഡലത്തിൽ പഞ്ചായത്തുകളുണ്ട്. അത് നമ്മൾ ഈ കണയം റോഡും അതുപോലെ തന്നെ പന്ന്യംകുരിശ് റോഡും ഉൾപ്പെടുത്തിയ പോലെ ബഡ്ജറ്റിൽ കൊണ്ടുവന്ന് ഉൾപ്പെടുത്തിയിട്ട് ഈ റോഡിനോട് തത്തുല്യമായ വിധത്തിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കയ്യിലുണ്ട് എന്നർത്ഥം. മറ്റൊക്കെ ചെറിയ ചെറിയ റോഡുകൾക്കൊക്കെ ഗ്രാമീണ റോഡിനൊക്കെ തന്നെ കുറേ പണം കൊടുത്തിട്ടുണ്ട്. മറ്റേ റോഡും അത് തന്നെയാണ്. നായർപടി മാങ്ങോട് പ്രധാനപ്പെട്ട സഞ്ചാരമുള്ള ഒരു റോഡാണല്ലോ. അതിനിപ്പോൾ 2 കോടി റോഡിനും 2 കോടി പാലത്തിനും വെച്ച് അതിൻ്റെ പണി നടക്കുന്നു. ആറ്റാശ്ശേരി റോഡിന് അപ്ഡേഷൻ കഴിഞ്ഞു. അപ്പോൾ അതൊന്നും PWD അല്ല. PWD അല്ലെങ്കിലും അതിന് ബഡ്ജറ്റിലോ മറ്റോ MLA ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് കാരണം ഇന്ന് റോഡുകളെ സംബന്ധിച്ചാണ് ആളുകൾക്ക്. റോഡ് പ്രധാനമല്ലേ.
അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത ഈ ഘട്ടത്തിൽ ഇങ്ങനെ PWD അല്ലാത്തതും അതിനോട് തത്തുല്യമായിട്ടുള്ള നിലവാരത്തിലുള്ള റോഡുകൾ കണ്ടെത്തിക്കൊണ്ട് അതും ഈ കാലത്തിനനുസരിച്ച് കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാനുള്ള പദ്ധതി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ ഒരു ആരോപണം ഉണ്ടായിരുന്നു, ചെർപ്പളശ്ശേരിയിലെ പ്രാദേശികമായ PHC സെൻ്ററുകളൊക്കെ തകർന്നു കിടക്കുന്നത് നേരെയാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ആരോപണം. ഇങ്ങനെ ഒരു ആരോപണത്തിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ? അല്ല, അതിനെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഇപ്പോൾ ആർക്കും ഉന്നയിക്കപ്പെടാലോ. ആ ആരോപണം ഉന്നയിക്കപ്പെട്ടാൽ അതിൻ്റെ വസ്തുതാപരമായ കാര്യങ്ങൾ ആ ഉന്നയിക്കപ്പെട്ട ആളുകൾ ബോധ്യപ്പെടുത്തി തെളിയിക്കുമാണെന്നർത്ഥം. 10 കൊല്ലക്കാലം മുമ്പേ ഇത്തരം സർക്കാർ ആശുപത്രിക്ക് കയറി വരുമ്പോൾ മൂക്ക് പൊത്തിയിട്ടാണ് വന്നിരുന്നത്. മൂക്ക് പൊത്താതെ ആശുപത്രി കയറാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ മറ്റു വശങ്ങളെ സംബന്ധിച്ച് പറയല്ല. ഇന്നിപ്പോൾ ആശുപത്രി കണ്ടാലും എന്തായാലും അത് ഒരു വിശ്രമ കേന്ദ്രം മാതിരി തോന്നും. ഏത് ആശുപത്രി നല്ല രീതിയിൽ അവിടെ വല്ല വൃത്തിയും വെടുപ്പുണ്ട്, കാര്യങ്ങളുണ്ട്. അവിടെ കുറച്ച് സമയം ചെലവഴിക്കും. കുറുവട്ടൂർ ആശുപത്രിയിലും അടക്കാപുത്തൂർ ആശുപത്രിയും ഇവിടെയൊക്കെ തന്നെ ചോദിച്ചപ്പോൾ അവിടെ അനങ്ങനടി ഗവൺമെൻറ് ആശുപത്രിയിൽ. അപ്പോൾ ആശുപത്രിയിലേക്ക് ആളുകൾക്ക് പോകാൻ താല്പര്യവും അവിടെ കുറച്ച് സമയം ചെലവഴിക്കണം, കുറച്ചിരുന്ന് കാറ്റുകൊള്ളാം എന്നുള്ള ധാരണയിലും കൂടി ആളുകൾക്ക് അത്രയും നീറ്റാക്കിയിട്ടുണ്ട് ആശുപത്രികളൊക്കെ. മനസ്സിലായി. മറ്റതൊക്കെ അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നർത്ഥം. ഈ ഒടുവിൽ ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ അനുഭവപരിചയവും അതുപോലെ തന്നെ താഴെത്തട്ടിൽ നിന്ന് പഞ്ചായത്ത് തലം മുതൽ മറ്റേ നിയമസഭാ തലം വരെ എത്തിയ അനുഭവപരിചയമുള്ള താങ്കൾക്ക് ഈ ഒരു പൊതു കാഴ്ചപ്പാട് എങ്ങനെയാണ് നിലവിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ളത്? ഓരോ സ്ഥാനാർത്ഥികളും നമ്മൾ കേമനാണ് എന്ന് നമ്മൾ പറയുന്നതോടുകൂടി നമ്മളെ നിർത്തിയ ആളുകൾ അങ്ങനെ തന്നെയല്ലേ പറയാം. പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവമാണ്. ആ അനുഭവത്തിന് അക്കാഡമിക്കായുള്ള സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല, യൂണിവേഴ്സലായുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ പിന്നെ ഈ യൂണിവേഴ്സലായുള്ള സർട്ടിഫിക്കറ്റ് ഞാൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറാണ്. അടിസ്ഥാനപരമായി തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം പഞ്ചായത്തല്ലേ. അന്നിപ്പോൾ വെറും പഞ്ചായത്താണ്, ഇത്രയുള്ള അധികാര വികേന്ദ്രീകരണം വന്നിട്ടില്ല. എന്നാലും അന്ന് മുതൽ ഈ ജനപ്രതിനിധി എന്ന നിലക്കുള്ള ഒരു പരിചയം വന്നു. പൊതുപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അതിൻ്റെ അനുഭവമുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജില്ലാ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടു ഇടക്കാലത്ത്. ആ ജില്ലാ കൗൺസിലിൽ ഞാൻ തട്ടാലെന്ന് മത്സരിച്ചിട്ട് മെമ്പറായ ആളാണ്. കുറച്ച് കാലം അത് നിന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് ഈ ത്രിതല പഞ്ചായത്ത് വന്നത്. ത്രിതല പഞ്ചായത്ത് വന്നപ്പോൾ 2 തവണ ജില്ലാ പഞ്ചായത്തിലേക്ക് മാറ്റി. ഒന്ന് ആനക്കരന്ന് മത്സരിച്ചു, ഒന്ന് ആനങ്ങാടിയിൽ മത്സരിച്ചു ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാരവാഹിയായിട്ട്. അപ്പോൾ ഇതുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് വളരെ പ്രധാനമാണ്. അതുപോലെ ഈ കഴിഞ്ഞ മുമ്പ് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ പറയേണ്ടതായിട്ടുണ്ട്, ഒരു തരത്തിലും കളങ്കരഹിതമായ ഒരു കറപ്ഷനും തങ്ങളിലേക്ക് എത്താതിരിക്കാനുള്ള എല്ലാ തരം മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്. പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ ഇത്രയും ഒരു ക്ലീൻ ഇമേജ് നിലനിർത്തിക്കൊണ്ടുപോകുന്നത്? അതെ, 2 കാര്യമുണ്ട്. ഒന്ന്, ഞാൻ പ്രചാരണം ചെയ്യുന്ന പാർട്ടി, ആ പാർട്ടിയുടെ തത്വങ്ങളും സിദ്ധാന്തങ്ങളും അത് മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് അർത്ഥം. അതിൽ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. സ്വന്തം താല്പര്യത്തെക്കാൾ ഉപരി പാർട്ടി താല്പര്യം ഉയർത്തിപ്പിടിക്കണമെന്ന് അതിൻ്റെ ഭരണഘടനാ വ്യവസ്ഥയാണ് നടത്തും. അതിലെല്ലാം ഭംഗിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഓരോ സ്ഥാനത്തും കാര്യങ്ങൾക്കൊക്കെ വരുമ്പോഴാണല്ലോ, അങ്ങനെ വരുമ്പോഴാണ് ചിലപ്പം ചാഞ്ചാട്ടം ഉണ്ടാകുന്നത്. ചാഞ്ചാട്ടം ഉണ്ടായി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നാൽ നമ്മുടെ പാർട്ടിയിൽ അത് അംഗീകരിക്കപ്പെടില്ല എന്നൊരു വിഷയം. പക്ഷേ എന്നാലും നിങ്ങൾ പറഞ്ഞ എൻ്റെ ഫാദറും പാർട്ടിക്കാരൻ തന്നെയായിരുന്നു. ആ കാലത്ത് ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ ആയിരുന്ന ആളായിരുന്നു. ഒരു പൊതുപ്രവർത്തനമാണ്, മനസ്സിലായില്ലേ, പൊതുവാണ്. അത് ഒരു തുറന്ന പുസ്തകം പോലെ ആവണം നടത്തും. ഒരാൾക്കും ഒരു തരത്തിലും ഏതെങ്കിലും കാര്യത്തിൽ സംശയം പോലും പറയാൻ കഴിയുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിക്കരുത്. അങ്ങനെയുള്ള ഒരു ബന്ധപ്പെടലിൽ നിന്ന് അകന്നു നിൽക്കണം. അത് ഈ പാർട്ടിയുടെ ഈ കർശനമായിട്ടുള്ള ഈ വ്യവസ്ഥ ഉണ്ട്. ആ പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആൾ എന്ന നിലക്ക് പിന്നീട് സ്ഥാനങ്ങളിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴും മറ്റു രീതിയിലുള്ള ഒരു ചാഞ്ചാട്ടം വരാനോ അല്ലെങ്കിൽ നിലപാടിൽ മാറ്റം വരുത്താനോ പിന്നെ
നമ്മൾ അങ്ങനത്തെ നിലപാട് സ്വീകരിക്കരുത്. അത് കർശനമായിട്ടുള്ള നിർദ്ദേശം വാപ്പാടൊക്കെ ഭാഗത്ത് നിന്ന് ആദ്യം ഉണ്ടായിട്ടുണ്ടെന്ന് അർത്ഥം. ഈ നിലവിൽ ഏതാണ്ട് നമ്മൾ അടുത്തൊരു സ്വീകരണ കേന്ദ്രത്തിലേക്ക് എത്താൻ പോവുകയാണ്. കുടുംബയോഗത്തിലേക്ക് പങ്കെടുക്കുന്നു. എന്തായാലും തുടർന്നും ഈ ഒരു തുടർ ഭരണത്തോടൊപ്പം തന്നെ താങ്കളുടെ ഒരു സാന്നിധ്യവും നിയമസഭയിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.